എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ശനിയുടെ പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാം. ജനറലി നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ശനി ക്ഷേത്രത്തിൽ പോവുക, ശിവൻ്റെ അമ്പലത്തിൽ പോവുക, എള്ളുതിരി അല്ലെങ്കിൽ എള്ളെണ്ണ ദാനം ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാം. അത് കൂടാതെ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ശനി ഒരു ഡിസിപ്ലിൻ്റെ പ്ലാനറ്റാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ജീവിതത്തിലൊരു ഡിസിപ്ലിനാണ്. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ടൈം ടേബിൾ നമ്മൾ ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. അത് ശനി ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു കൃത്യമായ ടൈം ടേബിൾ വെച്ച് വളരെ ബുദ്ധിമുട്ടാണ് അത് നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ. ഇപ്പോൾ ശനിദശ ബാധിച്ചവർക്കൊക്കെ അറിയാം. എന്നാൽ പോലും വളരെ നമ്മളത് ബോധപൂർവം ചിട്ടയോടുകൂടി ഒരു സ്ട്രക്ചേർഡ് ടൈം ടേബിൾ ഉണ്ടാക്കി അത് പരിപാലിച്ച് അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ ശ്രമിക്കണം. അതാണ് ഒരു പരിഹാരം. രണ്ടാമത്തേത്, നമ്മൾ ജീവിതത്തിൽ വരുന്ന റെസ്പോൺസിബിലിറ്റീസ്, ഒരുപാട് കർമ്മങ്ങളുടെ ഉത്തരവാദിത്തം ഈ ശനി ദശയിൽ അല്ലെങ്കിൽ ശനി ജാതകത്തിൽ ഏതെങ്കിലും രീതിയിൽ നിൽക്കുന്നത് മൂലം നമ്മൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് ഡ്യൂട്ടീസ്, നമ്മുടേതല്ലാത്ത പോലും ഡ്യൂട്ടീസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അത് റെസ്പോൺസിബിലിറ്റിയോടുകൂടി ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരേ ഒരു കാര്യം. കാര്യം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഒഴിഞ്ഞു മാറിയാൽ വേറൊരു തരത്തിൽ നമ്മളിലേക്ക് അതിന് വരും. അപ്പം അത് വളരെ സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുക, ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ പൂർണ്ണമായിട്ടും ആൽക്കഹോൾ ഒഴിവാക്കുക. നോൺ വെജിറ്റേറിയൻ ഫുഡും നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ഇതും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ വീട്ടിലെ സെർവൻസിനോട് അല്ലെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റ്സിനോട് വളരെ വിനയത്തോടു കൂടി പെരുമാറുക. വളരെ വിനയത്തോടു കൂടി. അത് അവരോട് മാത്രമല്ല, എല്ലാ ലേബർ ക്ലാസ്സിനോട് കൂടി പെരുമാറണം. പ്രത്യേകിച്ച് നമ്മൾ റോഡിൽ സ്വീപ്പ് ചെയ്യാൻ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്ന ആളുകൾ, ഏതൊക്കെ ലേബർ ക്ലാസ് ആയിട്ട് കുറച്ച് താഴ്ന്ന രീതിയിൽ നിന്ന് അങ്ങനെ പറയുന്നതല്ല, ആ രീതിയിലുള്ള ജോലികൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലേബർ ക്ലാസ് ഉള്ള ആളുകളോട് വളരെ വിനയത്തോടു കൂടി പെരുമാറുക, വളരെ വിനയത്തോടു കൂടി സംസാരിക്കുക. ഇതൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ അമ്പലങ്ങളായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമുക്കറിയാം, ശനിദേവനെ എള്ള് കൊടുക്കുന്നത് അതൊരു നല്ലൊരു വഴിപാടാണ്. അല്ലെങ്കിൽ എള്ളുകൊണ്ട് തുലാഭാരം നടത്താം. ആൾ തൂക്കത്തിൽ ഒരു എള്ള് ദാനം ചെയ്യുന്നത്, അതാണ് തുലാഭാരം എന്ന് പറയുന്നത്. അത് ഒരു വഴിപാടാണ്. അല്ലെങ്കിൽ നീലപ്പൂക്കൾ ശനിക്കോ അല്ലെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന യന്ത്രത്തിലോ അർപ്പിക്കുന്നത്, അതും ഒരു വഴിപാടാണ്. പിന്നെ കറുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത്, അതൊരു വഴിപാടാണ്. കറുത്ത വസ്ത്രങ്ങൾ അമ്പലങ്ങളിൽ മാത്രമല്ല, നമ്മൾക്ക് വൃദ്ധരായ ആളുകൾക്ക് ദാനം ചെയ്യാം, വൃദ്ധമന്ദിരത്തിൽ ദാനം ചെയ്യാം. അല്ലെങ്കിൽ രോഗികളായ ആളുകൾക്ക് കറുത്ത വസ്ത്രം ദാനം ചെയ്യാം. അത് കമ്പിളി ദാനം ചെയ്യാം. കറുത്ത കമ്പിളി ദാനം ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ശനിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു റെമഡിയാണ്. പിന്നെ പരമാവധി ലേബർ ക്ലാസ്സായ ആളുകളെ, വളരെ താഴ്ന്ന നിലയിലുള്ള ആളുകളെയൊക്കെ പരമാവധി സഹായിക്കുക. ഏതെങ്കിലും രീതിയിൽ ശരീരം കൊണ്ടോ പണം കൊണ്ടോ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ശനിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുക. അത് ആശുപത്രി ശനിയെ റെപ്രസെൻ്റ് ചെയ്യും. പിന്നെ വൃദ്ധമന്ദിരം റെപ്രസെൻ്റ് ചെയ്യും. ശ്മശാനങ്ങൾ റെപ്രസെൻ്റ് ചെയ്യും. പിന്നെ ജയിലുകൾ റെപ്രസെൻ്റ് ചെയ്യും. സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോയി കിടക്കണം എന്നല്ല. നമുക്ക് ആശുപത്രിയിലെ ആളുകൾക്ക് അവർക്ക് എന്തെങ്കിലും ഭക്ഷണമോ മറ്റോ ദാനം ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും സഹായങ്ങൾ അവർക്ക് ചെയ്യാം. അതേപോലെ അബാൻഡൻഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ശനിയെയാണ്. അപ്പം അത്തരം സ്ഥലങ്ങളിലൂടെ ഒന്ന് കയറി ഇറങ്ങി പോകുന്നത് നല്ലതാണ്. കാര്യം അത് നമ്മൾ ബോധപൂർവം ഒന്ന് അവിടെ ചെല്ലുകയോ കാണുകയോ അവിടെ കുറച്ച് പൈസ ചിലവാക്കുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി നമ്മൾ ഈ സ്ഥലങ്ങളിൽ പോയി ചെല്ലേണ്ടി വരും. അതിനേക്കാൾ നല്ലത് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ചെല്ലുന്നതാണ്. അത് ശനിദേവൻ്റെ ഒരു റെമഡിയാണ്. പിന്നെ ചെയ്യുന്നത് ഡൊണേഷൻസ് ആണ്. ഡൊണേഷൻസ് ബദാം ഡൊണേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബദാം ഡൊണേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ അയണുമായിട്ട് ബന്ധപ്പെട്ട, ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇരുമ്പെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ശനിയാണ്. അപ്പം ഇരുമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച് ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ബദാം ഡൊണേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഈ അഗ്നിയിൽ അർപ്പിക്കുന്നത് നല്ലതാണ്. ഈ വസ്തുക്കൾ അഗ്നിയിൽ അർപ്പിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഒഴുകുന്ന ജലത്തിൽ ഇത് അർപ്പിക്കുന്നതും ചെയ്യുന്നതും നല്ലതായിട്ട് പറയാറുണ്ട്. പിന്നെ കറുത്തുഴുന്ന് ഡൊണേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ സന്യാസികളായ ആളുകൾക്ക് അടുപ്പ് കൂട്ടാനുള്ള എന്തെങ്കിലും സൗകര്യങ്ങൾ ദാനം ചെയ്യുന്നത്, അടുപ്പായിട്ടോ അല്ലെങ്കിൽ നമുക്ക് തിരുവണ്ണാമലയിലൊക്കെ പോയാൽ കാണാം, ഒരുപാട് സന്യാസികളുണ്ട്. അവർക്ക് ഇപ്പം ഗ്യാസ് സ്റ്റവ് കൊടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഈ മണ്ണെണ്ണ സ്റ്റവോ അല്ലെങ്കിൽ അങ്ങനെ അടുപ്പ് കൂട്ടാനായിട്ട്, അവർക്ക് തീ കൂട്ടാനായിട്ടുള്ള എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, ഭക്ഷണം പാചകം ചെയ്യാനുള്ള എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ശനിയുടെ ഒരു റെമഡിയാണ്. അതും ഈ പറഞ്ഞ പോലെ സാധുക്കളായ ആളുകൾക്കാണ്, അല്ലെങ്കിൽ സന്യാസിമാരായ ആളുകൾക്കാണ്, സന്യാസി ജീവിതം നയിക്കുന്ന ആളുകൾക്ക്. പിന്നെ വേറെ റെമഡി എന്നുള്ളത് കൺമഷി കുഴിച്ചിടുന്നത്. കൺമഷി എവിടെയെങ്കിലും ആൾപെരുമാറ്റം ഇല്ലാത്ത എവിടെയെങ്കിലും കുഴിച്ചിടുന്നത് ഒരു ശനിയുടെ ഒരു പരിഹാരമായിട്ട് പറയാറുണ്ട്. എല്ലാം കറുത്ത കളറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്.
പിന്നെ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ കാൽനടയായി പാദരക്ഷകൾ ഉപയോഗിക്കാതെ, അതായത് ചെരുപ്പിടാതെ ഒരു 43 ദിവസം അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതായിട്ട് പറയാറുണ്ട്. അത് ശിവക്ഷേത്രമാണെങ്കിൽ ഉത്തമം. അതേപോലെ തന്നെ ശിവന് പാലഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതായിട്ട് പറയാറുണ്ട്. അതേപോലെ തന്നെ ഈ സർപ്പത്തിന് പാല് കൊടുക്കുന്ന, 100 പാലും കൊടുക്കുന്ന ഒരു വഴിപാടുണ്ടല്ലോ, അത് ചെയ്യുന്നത് വളരെ നല്ലതായിട്ട് പറയാറുണ്ട്. ധാര ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അമാവാസി ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഒരു 9 അമാവാസി ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിലോ ശനിയുടെ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത്, തുടർച്ചയായിട്ട് 9 അമാവാസികളിൽ ഇങ്ങനെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത്, അത് വളരെ നല്ലൊരു വഴിപാടാണ്. അല്ലെങ്കിൽ 9 ശനിയാഴ്ചകളിലെങ്കിലും തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്യുന്നത് ശനിദോഷത്തിന് ഒരു പരിഹാരമായിട്ട് പറയുന്നു. പിന്നെ ദിവസവും ഓം ശനീശ്വരായ നമ അത് ജപിക്കുന്നത്, അതൊരു 108 തവണ ജപിക്കുന്നത് ഒരു പരിഹാരമായിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ ശനിയുടെ ഗായത്രി ഉണ്ട്. ഇപ്പോൾ ശനിയും സൂര്യനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് നമുക്കെങ്കിൽ ശനി ഗായത്രി വളരെ നല്ലതായിട്ട് പറയാറുണ്ട്. ഏത് ഗ്രഹവും കമ്പസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, സൂര്യനുമായിട്ട് ചേർന്ന് കമ്പസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ഗായത്രി ജപിക്കുക എന്നുള്ളത് ഒരു പരിഹാരമാണ്. ഇതല്ലെങ്കിൽ പോലും അങ്ങനത്തെ ഒരു കമ്പസ്റ്റൻ അല്ലെങ്കിൽ പോലും ശനിയുടെ കാര്യത്തിലും ഏത് ഗ്രഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗായത്രി നമുക്ക് ജപിക്കാം. അത് ഓം കാകധ്വജായ എന്ന് തുടങ്ങുന്ന ഒരു ഗായത്രി ഉണ്ട്, അല്ലെങ്കിൽ ഓം സൂര്യപുത്രായ എന്ന് തുടങ്ങുന്ന ഗായത്രി ഉണ്ട്. ഇതിലേതെങ്കിലും നെറ്റിൽ അവൈലബിൾ ആണ്. ഇതിലേതെങ്കിലും ജപിക്കുന്നത് നല്ലതാണ്. അത് ശനിയാഴ്ചകളിൽ ഒരു 108 തവണ ജപിക്കുക. ഓം ശനീശ്വരായ നമ എന്നുള്ളത് നമുക്ക് എല്ലാ ദിവസവും 108 തവണ ജപിക്കാവുന്നതാണ്. പിന്നെ ചെയ്യാവുന്നത് നമുക്ക് വെള്ളത്തിൽ ഒഴുക്ക് വെള്ളത്തിൽ തേങ്ങ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കറുത്ത ഉഴുന്ന് അത് ഒഴുക്കുന്നത് നല്ലതായിട്ട് പറയാറുണ്ട്. അത് ഒന്നെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ദാനം ചെയ്യാം. തേങ്ങ അല്ലെങ്കിൽ ഈ കറുത്തുഴുന്ന് അതൊരു റെമഡിയാണ്. പിന്നെ ഈ കിണറ്റിൽ കുറച്ച് പാൽത്തുള്ളികൾ തളിക്കുന്നത് ഒരു റെമഡിയായിട്ട് പറയാറുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പാൽത്തുള്ളികളും കുറച്ച് അരിയും കിണർ വെള്ളത്തിൽ ഇടുന്നതും അതും ഒരു ശനിയുടെ പരിഹാരമായിട്ട് പറയാറുണ്ട്. പിന്നെ ഒരു പരിഹാരം എന്ന് പറയുന്നത്, നമ്മൾ ഈ കുറച്ച് ബദാം എടുക്കുക, അത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടുപോവുക. ക്ഷേത്രത്തിൽ കൊണ്ടുപോയതിന് ശേഷം അതിൻ്റെ പകുതി ക്ഷേത്രത്തിൽ കൊടുക്കുക. പകുതി കൊടുത്തതിന് ശേഷം ബാക്കി പകുതി നമ്മൾ തിരിച്ചു കൊണ്ടുവരിക. തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം 43 ദിവസം കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ക്ഷേത്രത്തിൽ തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുക. അതൊരു വഴിപാടായിട്ട് പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു വഴിപാട് ബദാമുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മളുടെ ആകെ തൂക്കത്തിൻ്റെ 10 തൂക്കം ബദാം വാങ്ങുക, അല്ലെങ്കിൽ ബദാം എടുക്കുക. എന്നിട്ട് അത് ഏതെങ്കിലും ഇതേപോലെ തന്നെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ പകുതി ക്ഷേത്രത്തിൽ കൊടുക്കുക, ബാക്കി പകുതി വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ സൂക്ഷിക്കുക. ഏകദേശം ഒരു വർഷം സൂക്ഷിക്കണം. ഒരു വർഷം സൂക്ഷിച്ചതിന് ശേഷം നമുക്ക് ആ ബദാം ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് ദാനം ചെയ്യാം, അല്ലെങ്കിൽ അമ്പലത്തിൽ തന്നെ കൊടുക്കാം. അങ്ങനെ ഒരു വഴിപാടും ശനിയുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. പിന്നെ പറയുന്നത് കറുത്ത പശുവിന് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതായിട്ട് പറയാറുണ്ട്. അതേപോലെ തന്നെ കറുത്ത പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതും ശനിയുടെ ഒരു പരിഹാരമായിട്ട് പറയുന്നു. അല്ലെങ്കിൽ ഒരു കറുപ്പും വെള്ളയും പുള്ളികളുള്ള, അതായത് കറുപ്പും വെളുപ്പുമായിട്ടുള്ള പുള്ളികളല്ല, കറുപ്പും വെളുപ്പുമുള്ള ഒരു 3 പട്ടിക്കുട്ടികളെ വളർത്തുന്നതും നല്ലതാണ്. വളർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കറുത്ത ഡോഗിന്, സ്ട്രേ ഡോഗ് ആണെങ്കിലും അതിന് ഭക്ഷണം കൊടുക്കുന്നത് ശനിയുടെ ഒരു പരിഹാരമാണ്. പിന്നെ അയൺ ആയിട്ടുള്ള എന്തും, അതായത് ഇരുമ്പായിട്ടുള്ള എന്ത് സാധനങ്ങളും കടുകെണ്ണയും ഇതൊക്കെ ദാനം ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ അല്ലെങ്കിൽ കടുകെണ്ണ അത് ദാനം ചെയ്യുന്ന ഒരു പരിഹാരമായിട്ട് പറയാറുണ്ട്. അതേപോലെ നമുക്ക് കടുകെണ്ണ ഒരു പാത്രത്തിലെടുക്കുക, എന്നിട്ട് നമ്മളത് അതിലോട്ട് നോക്കിയതിന് ശേഷം അത് ഏതെങ്കിലും മറ്റൊരു പാത്രത്തിലാക്കിയതിന് ശേഷം ഏതെങ്കിലും ഒഴുക്കില്ലാത്ത ഏതെങ്കിലും വെള്ളത്തിൻ്റെ അടിയിൽ കുഴിച്ചിടുന്നത്, അതായത് മണ്ണ് മാറ്റിയിട്ട് കുഴിച്ചിടണം, വെള്ളത്തിൻ്റെ അടിയിൽ കുഴിച്ചിടണം. അതും ഒരു വഴിപാടായിട്ട്, അതായത് ഒരു ശനിയുടെ ഒരു പരിഹാരമായിട്ട് പറയാറുണ്ട്. പിന്നെ കണ്ണ് കാണാത്ത ആളുകൾക്ക് ദാനം ചെയ്യുന്നത് ശനിയുടെ ഒരു പരിഹാരമാണ്. പിന്നെ ചെയ്യാവുന്നത് എള്ളിട്ട വെള്ളം കൊണ്ട് കുളിക്കുക, അത് ശനിയുടെ ഒരു പരിഹാരമായിട്ട് പറയുന്നു. പിന്നെ പറയുന്നത് മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ്. മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുക, വെള്ളവുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങളുള്ളതാണ്. മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുക, വെള്ളത്തിൽ ഈ പറഞ്ഞ പോലെ ബദാം ഒഴുക്കുക, അല്ലെങ്കിൽ എള്ള് വെള്ളത്തിൽ ഒഴുകുന്ന വെള്ളത്തിൽ എള്ള് അല്ലെങ്കിൽ തേങ്ങ സമർപ്പിക്കുക. ഇതൊക്കെ ശനിയുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങളാണ്. പിന്നെ ഒരു സിൽവർ സ്ക്വയർ നമ്മളുടെ കയ്യിൽ സൂക്ഷിക്കുന്നത്, അത് രാഹുവിനും ഒരു പരിഹാരമായിട്ട് പറയാറുണ്ട്. ചെറിയൊരു സിൽവർ സ്ക്വയർ വാങ്ങിക്കുക,
അത് സ്ക്വയർ ഷേപ്പിലുള്ളൊരു സിൽവർ ചെറുത് മതി. അത് നമ്മുടെ വാലറ്റിൽ സൂക്ഷിക്കുന്നത് രാഹുവുമായി ബന്ധപ്പെട്ടും ശനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പരിഹാരമായിട്ട് പറയുന്നത് അതാണ്. അങ്ങനെ ചെയ്യാം. പിന്നെ ഒരു എന്ത് ഓസ്പീഷ്യസ് ആയിട്ടുള്ള നല്ല ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുമ്പും ഒരു മൺകുടത്തിൽ വെള്ളം നിറച്ചു വെക്കാൻ സൂക്ഷിക്കുക. വീട്ടിൽ വെള്ളം നിറച്ചു വെക്കുക. എന്ത് നല്ല ചടങ്ങുകൾക്ക് പോകുന്നതിന് മുമ്പും ഒരു മൺകുടത്തിൽ വെള്ളം നിറച്ച് വീട്ടിൽ വെക്കുക. അതും ശനിയുമായി ബന്ധപ്പെട്ട ഒരു പരിഹാരമായിട്ട് പറയുന്നു. പിന്നെ നമ്മുടെ ഒരു ഹെൽത്തും നമ്മുടെ വെൽത്തും നമ്മുടെ ഓവറോൾ ബെനിഫിറ്റ്സിന് വേണ്ടിയുള്ള ഒരു പരിഹാരമുണ്ട്. അത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കടുകെണ്ണ ആ സൂര്യോദയ സമയത്ത് നിലത്ത് ഒന്ന് തളിക്കുക. അത് ശനിയുമായി ബന്ധപ്പെട്ട ഒരു പരിഹാരമായിട്ട് പറയാറുണ്ട്. പിന്നെ ഇത്രയും ഒക്കെയാണ്. പിന്നെ കടുകെണ്ണ ഒരു മൺകുടത്തിൽ നിറച്ചിട്ട് ഒരു ഒഴുകുന്ന റിവർ വാട്ടറിൻ്റെ താഴെയായിട്ട്, അതായത് ഒഴുകുന്ന വെള്ളത്തിൽ മണ്ണിൽ കുഴിച്ചിടുന്നത് നല്ലതായിട്ട് പറയുന്നു. പക്ഷെ അതൊന്നും പ്രായോഗികമല്ല. ഒഴുകുന്ന വെള്ളത്തിൽ നമ്മൾ മൺകുടത്തിൽ ഈ പറഞ്ഞ പോലെ കടുകെണ്ണ നിറച്ചിട്ട് ഒഴുകുന്ന വെള്ളത്തിൻ്റെ മണ്ണിലടി കുഴിച്ചിടാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒഴുകി പോകരുതല്ലോ. അപ്പോൾ അത് പ്രായോഗികമല്ല. ഇതൊക്കെ പണ്ടുള്ള ടെക്സ്റ്റുകളിൽ പറയുന്നതാണ്. ലാൽ കിതാബ് ഉൾപ്പെടെയുള്ള ടെക്സ്റ്റുകളിൽ പറയുന്ന ചില റെമഡീസാണ്. അപ്പോൾ ഇത്രയൊക്കെ ശനിദോഷവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്ന പരിഹാരങ്ങളാണ്. നന്ദി, നമസ്കാരം.